വർണ്ണമായി ഭാഗം 28. എന്താ സേതു നേരം വൈകിയേ? അമ്പാട്ട് തറവാട്ട് മുറ്റത്തേക്ക് കയ്യിൽ കുറച്ച് പുസ്തകങ്ങളുമായി കയറി വരുന്ന സേതുലക്ഷ്മിയോട് കിച്ചു കോലായിപ്പടിയിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശബ്ദം കേട്ട് അകത്തു നിന്നും ബാലാമണിയും പുറത്തേക്ക് വരികയും ചെയ്തു. ദേ, ഈ പുസ്തകം കിട്ടാൻ കുറച്ചു നേരം കാത്തു നിൽക്കേണ്ടി വന്നു. വരുത്തി അഞ്ജലി കൊണ്ടുപോയിരിക്കുകയായിരുന്നു. റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം ഉയർത്തി കാണിച്ചുകൊണ്ട് സേതു പറഞ്ഞതും കിച്ചു ഒന്ന് അമർത്തി മൂളി. ബാലമ്മേ, ഇവളിവിടെ ഉണ്ടാകും. ഞാൻ സന്ധ്യയ്ക്ക് വരാം. ഇപ്രാവശ്യത്തെ ഓണാഘോഷം കേമമായി നടത്താനാണ് എല്ലാവരുടെയും പ്ലാൻ. ഉച്ചയ്ക്ക് 3 മണിക്ക് ക്ലബിൽ മീറ്റിംഗ് ഉണ്ട്. മോൻ പോയിട്ട് വാ. നീ എന്തെങ്കിലും കഴിച്ചോ സേതുവേ? ബാലാമണി കിച്ചുവിനോട് പറഞ്ഞുകൊണ്ട് കോലായിലേക്ക് കയറി വരുന്ന സേതുവിനോട് ചോദിച്ചു. ഇല്ല, വിശന്നിട്ട് കൂടയിലെരിയുന്നു. ബാലമ്മ എന്തെങ്കിലും എടുത്തു വയ്ക്ക്. സേതു പറഞ്ഞപ്പോൾ ചെറു പുഞ്ചിരിയോടെ അവളുടെ കവളിൽ ഒന്ന് തഴുകി ബാലാമണി അകത്തേക്ക് പോയി. സേതു, ഇങ്ങ് വന്നേ. ബുള്ളറ്റിലേക്ക് കയറിയിരുന്നവൻ കോലായിൽ നിൽക്കുന്ന സേതുവിനെ തൻ്റെ അരികിലേക്ക് വിളിച്ചു. അവൾ അപ്പോൾ തന്നെ ഏട്ടൻ്റെ അരികിലേക്ക് വന്നു എന്താണെന്നർത്ഥത്തിൽ. പിന്നെ നീ സ്ഥിരം പറയാറുള്ള ചർച്ച ഇനി ഇവിടെ വേണ്ട. ഏതു ചർച്ച? കിച്ചു ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാകാതെ സേതു അവനെ തന്നെ നോക്കി. ബാലമ്മയെപ്പോലെ ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നു എന്ന് നീ കുറേ നാളായി പറയുന്നില്ലേ? നീ ഇപ്പോൾ അത് പറഞ്ഞില്ലെങ്കിലും ബാലമ്മ നിന്നോട് എന്തായാലും ആ കാര്യം ഒന്നും കൂടി ചോദിക്കും. അപ്പോൾ നീ എന്തു പറയും? ഞാൻ കണ്ടിരുന്നു എന്ന് പറയും. ഒറ്റ വീക്ക് തന്നാലുണ്ടല്ലോ. കൂസലില്ലായ്മയോടെ പറഞ്ഞവൾക്ക് നേരെ അവൻ കൈയുയർത്തി. പിന്നെ ഞാനെന്തു പറയാനാ? ഞാൻ കണ്ടതാ. ബാലമ്മ ചുരിദാറിട്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടതാ. അതെനിക്കുറപ്പുണ്ട്. നിങ്ങൾ ആരും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ കണ്ടതാ. നീ കണ്ടെങ്കിൽ കണ്ടു. അത് ഇനി ഇവിടെ വിളമ്പാൻ നിൽക്കേണ്ട. ബാലമ്മ എന്തു ചോദിച്ചാലും അത് എനിക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞാൽ മതി. നീ അന്ന് പറഞ്ഞതിന് ശേഷം ആളിപ്പോൾ വഴിപാടും പൂജയും കൂടുതൽ ക്ഷേത്രത്തിൽ ചെയ്യിപ്പിക്കുന്നുണ്ടത്രേ. മഹി നിന്നെ ഒന്ന് ഓർപ്പിക്കാൻ പറഞ്ഞു. സേതുവിനോട് ദേഷ്യത്തോടെ പറയുന്നതിനോടൊപ്പം കിച്ചു ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഏട്ടാ, ഞാൻ ശരിക്കും കണ്ടതാ. ആ കുട്ടിയുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ആ കുട്ടി എവിടേക്കോ മറഞ്ഞുപോയി. അന്ന് ആ കോളേജ് മീറ്റിങ്ങിനിടയിലാണ് ഞാൻ ആ പെൺകുട്ടിയെ കണ്ടത്. ഏത് കോളേജാണെന്നോ എന്താണെന്നോ ഒന്നും അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. വല്ലായ്മയോടെ പറയുന്ന സേതുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ സ്റ്റാർട്ട് ചെയ്ത ബുള്ളറ്റ് ഓഫാക്കി അവളെ തന്നെ നോക്കി. എന്താ ഏട്ടാ ഇങ്ങനെ നോക്കുന്നേ? ഞാനൊരു കാര്യം പറയട്ടെ. ബാലമ്മയുടെ മകൾ മുംബൈയിലുണ്ടായിരുന്ന ഒരു ഫയർ ക്ലാഷിൽ മരണപ്പെട്ടു പോയതാ. നീ ഇങ്ങനെ പറഞ്ഞ് ആ പാവത്തിന് വെറുതെ പ്രതീക്ഷയൊന്നും നൽകരുത്. നീ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ചിലർ പറയാറില്ലേ, ഒരാളെപ്പോലെ 7 പേരുണ്ടാകുമെന്ന്. ഞാൻ കണ്ടതാ. ചുണ്ട് പിളർത്തിക്കൊണ്ട് സീതു വീണ്ടും അതുതന്നെ പറഞ്ഞു. കണ്ടെങ്കിൽ കണ്ടു. ഇനി അത് ഇവിടെ എഴുന്നള്ളിക്കാൻ നിൽക്കേണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ സേതുവിനെ ഒന്ന് നോക്കി ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി അവിടെ നിന്നും അപ്പോൾ തന്നെ കിച്ചു പോയിരുന്നു. ഞാൻ കണ്ടതല്ലേ, ഇവർക്ക് എന്താ ഒന്ന് അന്വേഷിച്ചാൽ? പറഞ്ഞ ഞാൻ പൊട്ടി വിഡ്ഢി. ദൂരേക്ക് മറഞ്ഞു പോകുന്ന ഏട്ടനെ നോക്കി അവൾ ദേഷ്യത്തിൽ മുരണ്ടു. എന്താ സേതു അവിടെ തന്നെ നിൽക്കുന്നേ? വാ, കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ദാ വരുവാ. ബാല അകത്തു നിന്നും വിളിച്ചപ്പോൾ ചവിട്ടിക്കുളിക്ക് പെണ്ണ് വേഗം അകത്തേക്ക് കയറിപ്പോയി. കണ്ണുകൾ പൂട്ടി മാറോട് ബാഗ് മുറുകെ പിടിച്ചിരിക്കുന്നവളെ കണ്ടപ്പോൾ കാശിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. ആ ബസ്സിൽ മറ്റാരുമില്ലെന്നും അവന് മനസ്സിലായി. ഡ്രൈവറും കണ്ടക്ടറും പുറകിലിരുന്ന് ഫോണിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. തൻ്റെ പെണ്ണ് മാത്രം ബസ്സിൽ തനിച്ചായപ്പോൾ അവന് വല്ലായ്മ തോന്നി. ശാലിനി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്ക് നിന്നെ വിവാഹം ചെയ്യണം. നിൻ്റെ വീട് എവിടെയാ? ഞാൻ വരട്ടെ പെണ്ണ് ചോദിച്ചു. എത്ര ദിവസമായി ഞാൻ നിന്നെ ഇവിടെ കാത്തു നിൽക്കുന്നു. പ്ലീസ് ശാലിനി, എനിക്ക് മറുപടി താ. പറയുന്നതിനോടൊപ്പം വൈശാഖ് ശാലിനിയുടെ കൈകളിൽ പിടിച്ചു. വിടടോ എൻ്റെ കയ്യിൽ നിന്നും. അവൾ തൻ്റെ കൈകൾ അവൻ്റെ കൈകളിൽ നിന്നും വലിച്ചെടുക്കാൻ നോക്കി. നീ എൻ്റെയാ ശാലിനി. എനിക്ക് നിന്നെ വേണം.
അവളുടെ കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് വൈശാഖ് പറഞ്ഞതും അപ്പോൾ തന്നെ ശാലിനി കൈകൾ കുടഞ്ഞെറിഞ്ഞ് അവൻ്റെ കവളിൽ ആഞ്ഞു തല്ലി. ഒരു ഞെട്ടലോടെയായിരുന്നു ശാലിനി കണ്ണുകൾ തുറന്നത്. 1-2 മണിക്കൂർ മുമ്പ് നടന്ന സംഭവം അവളെ ഇപ്പോഴും വേദനയിൽ ആഴ്ത്തുന്നു. നിറഞ്ഞ മിഴികൾ അമർത്തി തുടച്ചവൾ ഒന്ന് തിരിഞ്ഞു നോക്കിയതും കാണുന്നത് തന്നെ മാത്രം നോക്കിയിരിക്കുന്ന കാത്തുവിൻ്റെ ഏട്ടനെയാണ്. ഒരു വേള കാശിയെ അവിടെ കണ്ടതും അവളൊന്ന് പിടഞ്ഞുപോയി. എന്തിനാ കണ്ണു നിറച്ചത്? ഒറ്റക്കായെന്ന് തോന്നിയോ? കണ്ണുകൾ നിറഞ്ഞ് ഞെട്ടലോടെ തന്നെ നോക്കുന്നവളോട് കാശി ചെറുപുഞ്ചിരിയോടെ ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന മട്ടിൽ തലയാട്ടിക്കൊണ്ട് തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചു. എന്തേ കൂട്ടുകാരോടൊപ്പം വരാതിരുന്നത്? കാശി ചോദിച്ചപ്പോൾ മറുപടി ഉണ്ടായിരുന്നില്ല ശാലിനിക്ക്. എന്തു പറയും? ആ വൃത്തികെട്ടവൻ തൻ്റെ കൈകളിൽ പിടിച്ചു വച്ചതിന് അവനെ തല്ലിയതിൽ നാട്ടുകാർ കൂടിയതും ബഹളം ഉണ്ടാക്കിയതും അയാളുടെ ഭാഗത്ത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നോട് പോകാൻ പറഞ്ഞതും അതൊക്കെ എങ്ങനെ പറയും? അങ്ങനെ തന്നെ കാണാത്ത കാത്തുനിന്ന കൂട്ടുകാർ പോയതാണെന്ന് എങ്ങനെ പറയും? വാ, എല്ലാവരും വീട്ടിലെത്തി. മറുപടിയൊന്നും തരാതെ ചിന്തയോടെ ഇരിക്കുന്നവളുടെ മടിയിൽ നിന്നും അവളുടെ ബാഗ് എടുത്ത് പിടിച്ചു കാശി പറഞ്ഞു. ഞാൻ ബസ്സിന് വന്നോളാം. അവൻ്റെ കൈകളിലുള്ള ബാഗ് തിരിച്ചു വാങ്ങിക്കാൻ നോക്കിക്കൊണ്ട് ശാലിനി പറഞ്ഞു. എപ്പോൾ? രാത്രിയോ? അവൾ അങ്ങനെ പറഞ്ഞതും ഒപ്പം തന്നെ കൈകളിൽ നിന്നും ബാഗ് വാങ്ങിക്കാൻ നോക്കിയതും കാശിക്ക് തീരെ പിടിച്ചില്ല. അല്ലെങ്കിലേ ചെക്കന് കലിയിളകാൻ ചെറുനേരം മതിയല്ലോ. ഞാൻ വന്നോളാം. കാശിയുടെ കൂടെ തനിച്ചു മംഗളശ്ശേരിയിലേക്ക് പോകുന്നതിൽ ശാലിനിക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് മംഗളശ്ശേരിയിലെത്തിയാൽ തങ്ങൾ തനിച്ചു വന്നത് ആരെങ്കിലും കണ്ടാൽ വയ്യ. കാത്തുവിൻ്റെ നല്ലൊരു ദിവസമായിട്ട് തന്നെ വഴക്കു പറയുന്നത് അവളെ കാണിക്കാൻ വയ്യ. അതായിരുന്നു ശാലിനിയുടെ മനസ്സിൽ. ഇറങ്ങി വാടി. ചിന്തയോടെ നിൽക്കുന്നവരുടെ കൈകളിൽ പിടിച്ചു വലിച്ചു കാശി. വീട്. അവൻ്റെ കൈകൾ തൻ്റെ കൈകളിൽ നിന്നും എടുത്തു മാറ്റുവാൻ പെണ്ണ് ശ്രമിച്ചു. ഏയ് ആരാടോ? ആ പെൺകൊച്ചിൻ്റെ കയ്യിൽ നിന്നും വിടടോ. അത്രയും നേരം ഫോണിൽ കളിച്ചവർ ശാലിനിയുടെ കൈകളിൽ കാശി പിടുത്തമിട്ടത് കണ്ടതും ഒപ്പം ശാലിനിയുടെ ഉയർന്ന ശബ്ദം കേട്ടതും വേഗം ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അവരുടെ അരികിലേക്ക് വന്നു. നീ എന്താടോ ചെയ്യുന്നത്? ആ കൊച്ചിൻ്റെ കയ്യിൽ നിന്നും വിട്. കണ്ടക്ടർ മുന്നോട്ട് വന്ന് ദേഷ്യത്തോടെ കാശിയെ നോക്കി. ഞാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് സ്വന്തമായവളെയാ. ശാലിനിയുടെ കൈകളിൽ പിടിച്ചവൻ തന്നിലേക്ക് അവളെ വലിച്ചു നീക്കിക്കൊണ്ട് അവളെ തന്നോരം ചേർത്ത് നിർത്തി കണ്ടക്ടറെയും ക്ലീനറെയും നോക്കി ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു. അതേ കുട്ടി, ഇവൻ നിനക്ക് വേണ്ടപ്പെട്ടവനാണോ? ഒരു വേള കണ്ടക്ടറുടെ ആ ചോദ്യം കേട്ടതും ശാലിനി ഒന്ന് പിടഞ്ഞെങ്കിലും കാശി അവൾ എന്തു മറുപടി നൽകുമെന്ന ആകാംക്ഷയിലായിരുന്നു. ഇവൻ നിന്റെ ആരാ? മറുപടിയൊന്നും പറയാതെ തലയും താഴ്ത്തി കാശിയെ ചേർന്ന് നിൽക്കുന്നവളോട് വീണ്ടും കണ്ടക്ടർ ചോദിച്ചു. എൻ്റെ ഭർത്താവാണ്. നന്നേ നേർത്ത സ്വരത്തിൽ ശാലിനി പറഞ്ഞതും കാശിയുടെ പിടുത്തം ഒന്നുകൂടി ശാലിനിയിൽ മുറുകി. ഹോ, അപ്പോൾ കുടുംബ വഴക്കാണല്ലേ? കണ്ടക്ടറുടെയും ക്ലീനറുടെയും ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു. എന്നാൽ പോട്ടെ ചേട്ടന്മാരെ. കാശിയുടെ ഉള്ളിൽ വലിയൊരു തുടികൊട്ടലായിരുന്നു. ഒരിക്കലെങ്കിലും അവളുടെ വായിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിച്ച വാക്ക്. അത് കേട്ടതിൽ കാശിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അതവൻ്റെ ശരീരഘടനയിലും മുഖത്തും പ്രകടമാകുന്നുണ്ട്. ബസ്സിൽ നിന്നും ഇറങ്ങുമ്പോഴും അവളെ ചേർത്ത് പിടിച്ചു നടക്കുവാൻ കാശി ശ്രദ്ധിച്ചു. എന്നെ വിട്. മുന്നോട്ട് അല്പം കൂടി നടന്നതും അവനോട് ചേർന്ന് നടക്കുവാൻ വല്ലായ്മ തോന്നി ശാലിനിക്ക്. വിടാനല്ലല്ലോ ചേർത്ത് പിടിച്ചത്. തന്നെ നോക്കി ചെറുപുഞ്ചിരിയോടെ പറഞ്ഞവനെ ശാലിനി കണ്ണുരുട്ടി നോക്കുകയും ചെയ്തു. നിങ്ങൾക്കെന്താ വട്ടാണോ? അന്ന് പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. ശാലിനി ഒരിക്കലും മറക്കുകയും ഇല്ല. തന്നോട് അടുത്ത് ഇടപഴകുന്നവൻ്റെ സാന്നിധ്യം ശാലിനിയെ കൂടുതൽ ദേഷ്യത്തിലാഴ്ത്തി. നീ ഒന്നും മറക്കേണ്ട. ഇപ്പോൾ നീ കയറ്, എനിക്ക് പോയിട്ട് പണിയുണ്ട്. ബുള്ളറ്റിലേക്ക് കയറിയിരുന്നവൻ്റെ പുറകിലിരിക്കാതെ അതേപടി നിൽക്കുന്നവളെ കാശി രൂക്ഷത്തോടെ നോക്കി. ബസ്സിൻ്റെ അരികിൽ നിന്നും ബുള്ളറ്റിൻ്റെ അടുത്ത് എത്തുന്നതുവരെ പെണ്ണ് ദേഷ്യത്തിൽ തന്നെയായിരുന്നു. കാശി ചേർത്ത് പിടിച്ചതിന് അവൾ വല്ലാതെ കാശിയോട് ചൂടാവുകയും ചെയ്തു. പ്രത്യേകിച്ച് ദേഹത്ത് തൊട്ടതിന്.
ഞാൻ ഓട്ടോ പിടിച്ചു വന്നോളാം. നിങ്ങൾ പോകാൻ നോക്ക്. ഇപ്പോഴും അവളിലെ ദേഷ്യം കെട്ടടങ്ങിയിട്ടില്ല. ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകുക തന്നെ ചെയ്യും. കാശിയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇത്രയും നേരം ക്ഷമിച്ചു. ഇനിയും അവനെ കൊണ്ട് ക്ഷമിക്കാൻ കഴിയില്ല. എന്തൊരു കഷ്ടാ കൃഷ്ണ. അവൾ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് കണ്ണനെ വിളിച്ചു. നീ വന്ന് കയറുന്നുണ്ടോ? കാശിയുടെ ശബ്ദം ഉയർന്നതും മനസ്സില്ലാ മനസ്സോടെ ശാലിനി ബുള്ളറ്റിൻ്റെ പുറകിലേക്ക് ഇരുന്നു. അപ്പോഴും അവൾ എന്തൊക്കെയോ അവൻ കേൾക്കാൻ പാകത്തിൽ പിറുപിറുക്കുന്നുമുണ്ടായിരുന്നു. കാശി ചെറു പുഞ്ചിരിയോടെ മുന്നോട്ട് ബുള്ളറ്റെടുത്തു. ഒപ്പം മിററിലൂടെ പുറകിലിരിക്കുന്നവളെ ഒന്ന് നോക്കി. തന്നെ ഒന്ന് സ്പർശിക്കാതിരിക്കാൻ പെണ്ണ് പാടുപെടുന്നത് കണ്ടപ്പോൾ കാശിയിൽ ചിരി കൂടി. ആ ചിരിക്കൊപ്പം അവൻ മനഃപൂർവ്വം ഓരോ കട്ടറിലേക്കും ബുള്ളറ്റ് കൊണ്ടിട്ടു. ആ സമയമൊക്കെ പെണ്ണിൻ്റെ സ്പർശനം അവനെ കൂടുതൽ സന്തോഷത്തിലാഴ്ത്തി. നിങ്ങൾക്ക് കണ്ണു കാണുന്നില്ലേ? പുറകിൽ നിന്നും അവൾ ദേഷ്യത്തോടെ മുരണ്ടു. കാണാമല്ലോ. എന്താ? ഇപ്പോഴും കാശിയുടെ ചുണ്ടിൽ അതേ പുഞ്ചിരി നിൽക്കുന്നുണ്ട്. പിന്നെ എന്തിനാ ഈ വണ്ടി കുഴിയിൽ കൊണ്ട് ചാടിക്കുന്നത്? ശാലിനി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മനഃപൂർവ്വം കുഴിയിലൂടെ വണ്ടി കൊണ്ടുപോകുന്നവനെ. ശാലിനി അങ്ങനെ ചോദിച്ചതും കാശിയൊന്നും മിണ്ടിയില്ല. അവൻ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് തൻ്റെ ചിരി അടക്കി പിടിച്ചു. അവൻ മറുപടിയൊന്നും പറയാതെ വന്നതും അവൾ ദേഷ്യത്തോടെ മുഖം തിരിച്ചിരുന്നു. അല്പം മുന്നോട്ട് പോയതും ശാലിനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. ഒപ്പം വയറുവേദനയും. എൻ്റെ കൃഷ്ണ, ഇനിയും 2 ദിവസം ഉണ്ടല്ലോ. ഇതെന്താ ഇപ്പോൾ ഒരു വേദന? തൻ്റെ വയറിൽ അമർത്തിപ്പിടിച്ച് അവൾ ചിന്തയോടെ ഇരുന്നു. എന്താ, എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ? പുറകിൽ കണ്ണുകൾ ഇറുകിപ്പൂട്ടിയിരിക്കുന്നവളെ കാശി മിററിലൂടെ കണ്ടിരുന്നു. ഒന്നുമില്ല. ഇയാൾ വേഗത്തിലൊന്ന് പോകുമോ? സൈക്കിളിനേക്കാൾ കഷ്ടത്തിൽ പോകുന്നവനോട് അവൾ ശബ്ദമുയർത്തി പറഞ്ഞതും കാശി അല്പം കൂടി സ്പീഡ് കൂട്ടി. പടത്തിനു പുറകെയുള്ള റോഡിന് നേരെ ചെന്നെത്തുന്നത് മംഗലശ്ശേരി തറവാട്ടിലേക്കാണ്. തറവാട്ട് റോഡിലേക്ക് കയറിയതും ശാലിനി കണ്ടു തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന ആഡംബര പന്തലുകൾ. ആ 3 വീടും അലങ്കരിച്ചതും അവൾ ദൂരത്തു നിന്നു തന്നെ ശ്രദ്ധിച്ചു. സമയം 3 മണിയോട് അടുക്കുന്നു. ആളും ആരവവും മംഗലശ്ശേരിയിലേക്ക് പോകുന്നതൊക്കെ അവൾ കാണുന്നുണ്ട്. എന്നെ ഇവിടെ ഇറക്കിയാൽ മതി, ഞാൻ നടന്നോളാം. പതിഞ്ഞ ശബ്ദത്തിൽ ശാലിനി പറഞ്ഞതും കാശി അവളെ മിററിലൂടെ ഒന്ന് ചുഴിഞ്ഞു നോക്കി. ഒരു പ്രശ്നത്തിന് നിൽക്കേണ്ട. ആരെങ്കിലും കാണും, പ്ലീസ്. അത്രയും നേരമുണ്ടായിരുന്ന ദേഷ്യത്തിലുപരി അവളിൽ നിസ്സഹായതയായിരുന്നു. താൻ എന്താണെന്ന് മനസ്സിലാക്കുന്ന നിമിഷങ്ങളായിരുന്നു. ശാലിനിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയവൻ പാടവരമ്പിനോട് ചേർന്ന് ബുള്ളറ്റ് നിർത്തി. ശാലിനി ബുള്ളറ്റിൽ നിന്നും ഇറങ്ങുന്നതിനോടൊപ്പം കാശിയുടെ മുന്നിലായി വച്ചിരിക്കുന്ന തൻ്റെ ബാഗിന് വേണ്ടി കൈനീട്ടി. ആരും എന്തു പറഞ്ഞാലും മോങ്ങാൻ നിൽക്കരുത്. പിന്നെ അവിടെ വെച്ച് എനിക്ക് നിന്നോട് കൂടുതൽ ഇടപഴകാൻ കഴിയില്ല. പിന്നെ എൻ്റെ ഭാര്യയായി എനിക്കറിയാം. അല്ലെങ്കിലും ഈ ശാലിനി അർഹിക്കാത്തതൊന്നും നേടിയെടുക്കാൻ നോക്കില്ല. എൻ്റെ അച്ഛൻ അങ്ങനെയായി എന്നെ വളർത്തിയത്. പ്രത്യേകിച്ച് നിങ്ങളുടെ പട്ടമഹർഷിയായി ഒരിക്കലും ശാലിനി വരില്ല. ഗൗരവത്തോടെ അവൻ്റെ കണ്ണുകളിൽ ഉറ്റുനോക്കി പറഞ്ഞുകൊണ്ട് തനിക്കു നേരെ നീട്ടിയ ബാഗ് വാങ്ങിച്ച് അവൾ മുന്നോട്ട് നടന്നു. താൻ പറഞ്ഞു മുഴുവനാക്കുന്നതിനു മുൻപേ പെണ്ണ് ഇടയിൽ കയറി പറഞ്ഞതുകൊണ്ട് കാശിക്ക് പറയുന്നത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ അബദ്ധവശാൽ പറഞ്ഞ ഒരു വാക്ക്, അതിപ്പോഴും പെണ്ണിനെ ചൂഴ്ന്നു കൊല്ലുന്നുണ്ടെന്ന് ഇപ്പോഴും അവൾ പറഞ്ഞ വാക്കുകളിൽ നിന്നും കാശിക്ക് മനസ്സിലായിരുന്നു. ഇവളെ എങ്ങനെ എൻ്റേതാക്കും എന്ന ചിന്തയോടെ തൻ്റെ മുന്നിലൂടെ നടന്നു പോകുന്നവളെ നോക്കിക്കൊണ്ട് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു കാശി. ശാലിനിയുടെ അരികിൽ എത്തിയപ്പോൾ ഒരു നോട്ടം അവൾക്ക് കൈമാറിക്കൊണ്ട് കാശി മുന്നോട്ട് പോയി. അസഹനീയമായ വയറുവേദനയോടൊപ്പം കാശിയോടുള്ള ദേഷ്യവും, ഒപ്പം തന്നെ അപമാനിച്ച് ഇറക്കിയവരെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന ചിന്തയോടെയും അവൾ മുന്നോട്ട് നടന്നു. അല്ലെങ്കിലും എൻ്റെ ബാലമ്മ ഉണ്ടാക്കുന്ന ഏത് ഫുഡിനും ഭയങ്കര ടേസ്റ്റാണ്. അല്പം കൂടി രസം കൈകളിലേക്കെടുത്ത് സേതു വായിലാക്കിക്കൊണ്ട് തൻ്റെ അരികിലിരിക്കുന്ന ബാലയെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. സുഖിപ്പിക്കാതെ ആ വിളമ്പിയത് മുഴുവൻ കഴിക്കാൻ നോക്ക് നീ.
അത് ഞാൻ കഴിച്ചോളാം, അത്രയ്ക്കും വിശപ്പുണ്ട്. അല്ല ബാലമ്മേ, മഹിയേട്ടൻ്റെ ആ ഗൗരവക്കാരൻ ഫ്രണ്ടിൻ്റെ അനിയത്തിയുടെ കല്യാണമാണോ? മംഗലശ്ശേരിയിലെ കാശിനാഥൻ്റെ അനിയത്തിയുടെ കല്യാണമാണ്. എന്തോ കാർത്തിക അങ്ങനെ മറ്റുമാണ് പേരെന്ന് തോന്നുന്നു ആ കുട്ടിയുടേത്. കേട്ട ഓർമ്മയിൽ ബാല പറയുന്നതിനോടൊപ്പം അല്പം കൂടി കറി സേതുവിൻ്റെ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തു. മഹിയേട്ടനെ പെണ്ണ് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, എന്തായി? അവൻ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. എന്നാലും ഏട്ടനും ഏട്ടത്തിയും പെണ്ണന്വേഷണം തകൃതമായി നടത്തുന്നുണ്ട്. ചോദിക്കാൻ വിട്ടു, കിച്ചുവിനും നോക്കുന്നുണ്ടെന്ന് നിന്റെ അമ്മ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞല്ലോ. എന്തായി? നിന്റെ ഏട്ടനെ കെട്ടിയിടാൻ ഏതെങ്കിലും പെൺകുട്ടിയെ കിട്ടിയോ? എവിടുന്ന്? ആ വാദ്യാരുടെ സ്വഭാവത്തിന് പറ്റിയ ഒരു പെണ്ണ് വേണ്ടേ? അതുമാത്രമല്ല, എന്നെ കെട്ടിച്ചയച്ചിട്ടേ ഒരു പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാ ഏട്ടൻ പറയുന്നത്. അതെന്താ സേതുവേ, നീ അത്ര ഭീകരിയാണോ? ബാലയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു സേതുവിൻ്റെ സംസാരം കേൾക്കുമ്പോൾ. വയസ്സ് 20 പെണ്ണിന് ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല. പ്രവൃത്തിയിലും അതേ, സംസാരത്തിലും അതേ, സ്വഭാവത്തിലും അതെ. അമ്മോ, എനിക്കറിയില്ല. ചുമൽ കൂച്ചി പറഞ്ഞുകൊണ്ട് സേതു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മോളെ. ബാലമ്മയുടെ സ്വരത്തിൽ മാറ്റം വന്നത് മനസ്സിലായതും സേതു പതിയെ തലയുയർത്തി ബാലമ്മയെ നോക്കി. ആ വിളിയിലുണ്ട് എന്താണ് തന്നോട് ചോദിക്കാൻ പോകുന്നതെന്ന്. നീ അന്ന് ആ കുട്ടിയെ നേരിട്ട് കണ്ടോ? എന്നെപ്പോലെ തന്നെയാണോ ആ കുട്ടി? സംശയിച്ചതുപോലെ തന്നെ. കാര്യം താൻ അന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകുകയാണെന്ന് മനസ്സിലായതും സേതു ഏട്ടൻ പറഞ്ഞതോർത്തു. എൻ്റെ അതേ രൂപമാണോ? പ്രതീക്ഷയോടെ, ചെറുപുഞ്ചിരിയോടെ, കണ്ണിലെ നീർത്തിളക്കത്തോടെ സേതുവിനെ നോക്കി വീണ്ടും ബാല ചോദിച്ചു. എനിക്ക് തോന്നിയതാവും. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല. സേതു എങ്ങനെയൊക്കെയോ തപ്പിത്തടഞ്ഞു പറഞ്ഞു കൈയൊഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ താൻ ഉറപ്പിച്ചു പറഞ്ഞതായിരുന്നു ബാലമ്മയെ പോലെയുണ്ട് ആ പെൺകുട്ടിയെന്ന്. പക്ഷെ ഇപ്പോൾ മാറ്റി പറയുമ്പോൾ ബാലമ്മ എന്തു കരുതും? കള്ളം പറയുന്നതിൽ സേതുവിന് വിഷമവുമുണ്ട്. പക്ഷേ ഏട്ടൻ പറഞ്ഞതുപോലെ ബാലമ്മയ്ക്ക് പ്രതീക്ഷ നൽകരുതല്ലോ. ഒരാളെപ്പോലെ 7 പേരുണ്ടെന്ന് പറയാറില്ലേ? അതുപോലെ ഒരാളെ താൻ കണ്ടതാകും. അങ്ങനെ വിശ്വസിക്കാനായിരുന്നു ആ നിമിഷം സേതുവിനിഷ്ടം. മോള് അന്ന് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ബാലയുടെ മുഖത്തെ പ്രതീക്ഷയില്ലാതായി. ചുണ്ടിലുണ്ടായിരുന്ന ചെറുപുഞ്ചിരി താനേ മാഞ്ഞുപോയി. തുളുമ്പാൻ വെമ്പി നിൽക്കുന്ന കണ്ണുനീർ തളം കെട്ടി നിന്നു. ശബ്ദത്തിൽ പോലും ഇടർച്ച വന്നു. ഞാൻ കണ്ടതാ. പിന്നെ ഒരാളെപ്പോലെ 7 പേർ ഉണ്ടാകുമെന്ന് പറയാറില്ലേ? അത്രയും പറഞ്ഞുകൊണ്ട് സേതു കഴിക്കുന്നത് നിർത്തി എഴുന്നേറ്റ് വേഗം പോയി കൈ കഴുകി പുറത്തേക്ക് പോയി. ഇനിയും ബാലമ്മയോട് കള്ളം പറയാൻ കഴിയില്ലെന്ന് അവൾക്കറിയാം. ബാലമ്മയുടെ കണ്ണുകളിലെ കണ്ണുനീർ സേതുവിനെ വേദനയിൽ അഴുത്തിയിരുന്നു. സേതു കഴിച്ചെഴുന്നേറ്റ് പോയതും തൻ്റെ കണ്ണുകളിൽ നിന്നും 2 കണ്ണുനീർ ബാല പുറത്തേക്ക് ഒഴുക്കി വിട്ടു. ഒപ്പം പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരമ്മയെപ്പോലെ അവർ അവിടെ തന്നെ കുറച്ചു നേരം ഇരുന്നു. തുടരും. അപ്പോൾ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ. പിന്നെ സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒരു ഇമോജി തന്നിട്ടാണെങ്കിലും സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത പാർട്ടുമായി നാളെ ഇതേ സമയം വരാട്ടോ. ഞാൻ ഈ സമയമാണ് ഫ്രീ ആകുന്നത്. കഴിഞ്ഞ പാർട്ടുകളിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ അവസ്ഥ.